ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, ഈ നവമാധ്യമ കൂട്ടായ്മയിലെ പ്രിയമുള്ളവരെ, എൻ്റെ പേര് ജിഷ്ണു NS. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്ക് അടുത്തുള്ള ചൂണ്ടലിലാണ്. ഞാൻ DYFIയുടെ നിലവിൽ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. യുവജന പ്രസ്ഥാനത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിയാണ്. ആദ്യമായിട്ട് ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലേക്ക് ഈ പ്രഭാഷണ പരമ്പര ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ 75ാം ഫ്രീഡം വാർഷികാഘോഷത്തിലേക്ക് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എന്നെ ക്ഷണിച്ച ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്ക് എൻ്റെ പേരിൽ ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഏകദേശം കുറച്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിശിഷ്ട വ്യക്തികളിലൂടെ പ്രഭാഷണം അവതരിപ്പിക്കാനുണ്ട്. അവരുടെ ഇടയിൽ എൻ്റെ ഒരു പ്രഭാഷണത്തിലെ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഈ ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ നവമാധ്യമ കൂട്ടായ്മയുടെ പ്രഭാഷണ പരമ്പരയ്ക്ക് എന്നെ ക്ഷണിച്ചതിൽ വലിയ രീതിയിലുള്ള അഭിമാനവും ആത്മവിശ്വാസവും തോന്നുന്നുണ്ട്. എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന ഈ വർത്തമാനകാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശത്തെക്കുറിച്ചിട്ടാണ് 75ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ ഈ മുദ്രാവാക്യം കണ്ടിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം. ഓഗസ്റ്റ് 15 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിലെ തന്നെ മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ യുവജന സംഘടനയായിട്ടുള്ള DYFI വലിയൊരു സമരത്തിലാണ്. മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ വലിയ ഒരു ജനവിഭാഗം യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന യുവജന സംഘടന എന്ന നിലയിലുള്ള DYFI രാജ്യം അതിൻ്റെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്ത് വലിയൊരു സമരത്തിലാണ് ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യദിനം നമുക്ക് ഏകദേശം 4 നൂറ്റാണ്ടോളം നമ്മളെ ഭരിച്ച വൈദേശികാധിപത്യത്തെ കുടഞ്ഞെറിഞ്ഞ ഒരു പഴയകാല ചരിത്ര ഓർമ്മയിലേക്കല്ല നിങ്ങൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പോകേണ്ടത് എന്നാണ് DYFI പോലുള്ള യുവജന പ്രസ്ഥാനവും ഞാനും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിനെക്കുറിച്ചും മുൻകാല ചരിത്രങ്ങളെക്കുറിച്ചും നമുക്കറിയാം. അതിനെ ഓർക്കേണ്ട ഒരു ദിനം മാത്രമല്ല സ്വാതന്ത്ര്യദിനം എന്നുള്ളതാണ്. മുൻകാല ചരിത്രങ്ങളെ ഓർത്തുകൊണ്ട് അതിൽ അഭിമാനിക്കേണ്ട ഒരു നിമിഷമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് DYFIയും ഞാനും ഈ ഒരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. രാജ്യത്തെ വർത്തമാന കാലാവസ്ഥയെ നമ്മൾ വിലയിരുത്തി പോകേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ കാഴ്ചപ്പാട് കാണണം. അവിടെയാണ് എൻ്റെ ഇന്ത്യ എന്ന വാക്കിൻ്റെ മൂർച്ചയേറുന്നത്. എൻ്റെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹവും എൻ്റെ രാജ്യത്തോടുള്ള ത്യാഗപൂർണമായിട്ടുള്ള വിശ്വാസവുമാണ് ആ വാക്കുകളിൽ പറയുന്നത്. അടുത്ത 2 വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെ ജോലി എവിടെ ജനാധിപത്യം. എൻ്റെ ഇന്ത്യ ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ മുദ്രാവാക്യത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാജ്യം ഇങ്ങനെ ആയിരുന്നില്ല, എവിടെ ജോലി എവിടെ ജനാധിപത്യം. അതായത് മുമ്പ് ഈ രാജ്യത്തിലെ യുവാക്കൾക്ക് അവരുടെ തൊഴിൽ സുരക്ഷിതത്വവും തൊഴിലും ഇത്ര കണ്ട് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല. ഈ രാജ്യം നല്ലൊരു ജനാധിപത്യ രാജ്യമായിരുന്നു. ഇന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുദ്രാവാക്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന കേന്ദ്രങ്ങളിലും ഒക്കെ ആയിട്ട് DYFI സംസ്ഥാന ജാഥകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ 2 ജാഥകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ പലരും അത് കണ്ടു കാണും. ഇവിടെ ഈ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ രാജ്യത്തിൻ്റെ വർത്തമാന ഒരു കാലാവസ്ഥയെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്, മതാധിഷ്ഠിത ഗവൺമെൻറ്റാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. ആ ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ചും ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും യുവാക്കളിലൂടെയാണ്, യുവജനങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു യുവാക്കളെയും ഈ രാജ്യത്തിൻ്റെ തന്നെ കാലാവസ്ഥയെയും തൊഴിലിടങ്ങളെയെല്ലാം പുറകിലേക്ക് അടുപ്പിക്കുന്ന നയങ്ങളാണ്
ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു 2014 ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തിനകത്ത് അധികാരത്തിലെത്തുന്നത്. 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം വീണ്ടും രാജ്യത്തിലെ ജനങ്ങൾ അവരെ ഭരണം ഏൽപ്പിക്കുകയും ഏകദേശം 7 വർഷക്കാലം അവർ ഈ രാജ്യത്തിനകത്ത് ഭരിച്ചു. പക്ഷേ ഇന്നേ വരെ യുവാക്കളുടെ തൊഴിൽ എന്ന് പറയുന്ന സ്വപ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അതിനെ സംരക്ഷിക്കാനോ ചേർത്ത് പിടിക്കാനോ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അത് കൃത്യമായ രീതിയിൽ നടപ്പാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിജയത്തിലെത്താത്തത് കൊണ്ടോ അല്ല ഈ ഒരു തൊഴിലെന്ന് പറഞ്ഞ സ്വപ്നം അകന്നു പോയത്. അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഗവൺമെൻറ്, തൊഴിൽ നൽകേണ്ട ഗവൺമെൻറ്, രാജ്യത്തിനകത്ത് യുവാക്കളെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ് അതിനുവേണ്ടി തുനിയാതെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ശ്രമത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഗ്നിപഥ് സ്കീമിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം അത് വലിയ രീതിയിൽ കണ്ടു കാണും. സർക്കാരിൻ്റെ തന്നെ പീരിയോഡിക് ലേബർ സർവേ പ്രകാരമുള്ള കണക്കനുസരിച്ച് ഏകദേശം 17-നും 59-നും ഇടയിൽ പ്രായമുള്ളവരിലെ തൊഴിലില്ലായ്മ 2011-12 വർഷങ്ങളിൽ 3.5% ആയിരുന്നെങ്കിൽ ഈ മോദിയുടെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് ഏകദേശം ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് 2020-21 എടുക്കുമ്പോൾ 8.8% 17-59 പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നുള്ളതാണ് സർക്കാർ തന്നെ നിയോഗിച്ചിട്ടുള്ള പീരിയോഡിക് ലേബർ സർവേ പ്രകാരമുള്ള കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ ഈ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ എത്രത്തോളം വലിയ രീതിയിലേക്ക് മാറി എന്നുള്ളത് ഈ കണക്കുകളിൽ തന്നെ വലിയ വ്യക്തമാണ്. പക്ഷേ ഈ കണക്കുകളൊന്നും ചോദിക്കാനോ ചോദ്യം ചെയ്യുവാനോ അതിനെതിരെ സമരം ചെയ്യുവാനോ അതൊരു വാർത്തയായിട്ട് നിലനിർത്തുവാനോ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ തൊഴിലില്ലായ്മ വലിയ ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോഴായിരിക്കും കേന്ദ്ര ഗവൺമെൻറ് മറ്റേതെങ്കിലും മതാത്മകമായിട്ടോ അല്ലെങ്കിൽ രാജ്യസുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയം എടുത്തിട്ടുകൊണ്ട് ഇതിൻ്റെ ചർച്ച മാറ്റുന്നത്. ഈ ഒരു ചർച്ച തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ ആയിട്ട് രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും മറ്റൊരു വാർത്ത ചലനാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും കാശ്മീരുമായിട്ടുള്ള ഏറ്റുമുട്ടലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റു ഭീകരമായിട്ടുള്ള എന്തെങ്കിലും ഏറ്റുമുട്ടലോ ആ സമയത്ത് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാജ്യസുരക്ഷാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം വന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി പിന്നീട് അതിലേക്ക് വ്യതിചലിപ്പിക്കുകയാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അതിൻ്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വലതുപക്ഷവൽക്കരിച്ച മാധ്യമങ്ങൾ BJPയുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൈക്കലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഈ മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ആ മാധ്യമങ്ങൾ ഈ വാർത്തകൾ മാറ്റിക്കൊണ്ട് രാജ്യത്തിനകത്തെ വലിയൊരു ജനവിഭാഗത്തിൻ്റെ ശ്രദ്ധ പോലും ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അത് വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് രാജ്യം നീങ്ങുന്നത് എന്നുള്ളത് ഈ കണക്കുകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കണക്ക് റെയിൽവേ ബോർഡിൻ്റെയാണ്. ഇപ്പോൾ റെയിൽവേ അടക്കം, ഇന്ത്യൻ റെയിൽവേ അടക്കം രാജ്യത്ത് നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന ഘട്ടങ്ങളിൽ ഈ യുവാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. PSC പഠിക്കുമ്പോൾ നമുക്ക് PSC പരീക്ഷയിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ പൊതുമേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് ആര് എന്നൊരു ചോദ്യം വരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല തൊഴിൽ ദാതാവ് ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ റെയിൽവേ പോലും സ്വകാര്യവൽക്കരിക്കുന്ന തരത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തിയുടെ കീഴിലേക്ക്, ഒരു ട്രസ്റ്റിൻ്റെ കീഴിലേക്ക് മാറി എന്നുള്ളതാണ് അർത്ഥം. പിന്നെ അവരാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക. അത് വലിയൊരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് രാജ്യത്ത് വെളിവാക്കുന്നത്. അതിൽ റെയിൽവേയുടെ തന്നെ ലെവൽ 2 മുതൽ ലെവൽ 6 അങ്ങനെ റെയിൽവേ വിവിധങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട്. ലെവൽ 2 മുതൽ ലെവൽ 6 വരെയുള്ള തസ്തികകളിലേക്ക് ഏകദേശം 35,000 ഒഴിവുകളിലേക്കായിട്ടുള്ള റെയിൽവേ ബോർഡ് 2021-22 വർഷങ്ങളായി നടത്തിയ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് 1.25 കോടി ചെറുപ്പക്കാരാണ്. അതിൽ തന്നെ എത്ര പേര് തൊഴിലന്വേഷകരായിട്ട് രാജ്യത്തുണ്ട് എന്നുള്ളത് കാണാം.
വെറും 35,000 വരുന്ന ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ഒഴിവുകളിലേക്ക് രാജ്യത്തിൻ്റെ 1 കോടിയോളം വരുന്ന യുവാക്കളാണ് അപേക്ഷിക്കുന്നത്. 35,000 വരുന്ന ഒഴിവുകളേ ഉള്ളൂ. അപ്പം അത്രയും പേർക്ക് തൊഴിലന്വേഷകരായിട്ട് രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും തൊഴിലില്ലായ്മ മൂലം, കോവിഡ് മൂലമൊക്കെ ആയിട്ട് യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഭരണ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷികൾക്കെതിരെയോ അല്ലെങ്കിൽ ഈ നയങ്ങൾ നടപ്പിലാക്കുന്ന സംവിധാനത്തിനെതിരെയായിട്ടോ ചെറുവിരൽ അനക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കുവാനോ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും തന്നെ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു വശമായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഇപ്പോൾ രാജ്യത്തിനകത്ത് ദേശീയ മാധ്യമങ്ങൾ പോലും ഈ ഒരു സ്ഥിതിവിശേഷത്തെ പോലും, ഈ ഒരു സാമൂഹ്യ സ്ഥിതിവിശേഷത്തെ പോലും ചർച്ച ചെയ്യാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു വശമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നമ്മളിത് ഇവിടെ ഈ സ്വാതന്ത്ര്യദിനം, 75ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ നമ്മുടെ മുൻകാല പൂർവികരെ കുറിച്ചുള്ള അഭിമാനബോധം മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് ചെയ്തു, രാജ്യം എന്ത് ചെയ്തു, രാജ്യത്തിലെ വിവിധ ആചാര്യന്മാർ, മുൻകാല പ്രവർത്തകരെന്ത് ചെയ്തു, നേതാക്കന്മാരെന്ത് ചെയ്തു എന്ന് മാത്രമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് രാജ്യം എങ്ങനെയാണ്? 1947 നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസരത്തിൽ നിന്ന് നമ്മൾ പിന്നീട് അന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനത്തിൻ്റെ ഭാഗമായിട്ടും മറ്റും വലിയ കൂട്ടക്കൊലകൾ, കലാപങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു. ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യയുടെ സമ്പത്തിലെ 1/4 അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. അവിടെ നിന്ന് രാജ്യം പിന്നീട് ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചവത്സര പദ്ധതികൾ, അതിലൂടെയൊക്കെ രാജ്യം മുന്നോട്ട് വന്ന രാജ്യം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? വീണ്ടും ആ പഴയ വ്യവസ്ഥിതിയിലേക്ക് തന്നെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യാനായിട്ട് ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോൾ റെയിൽവേ മന്ത്രിയായിരുന്ന പീയൂഷ് ഗോയൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 35,000 ഒഴിവുകളിലേക്ക് 1,25 ലക്ഷത്തോളം പേര് അപേക്ഷകരായിട്ട് വന്നു. റെയിൽവേ മന്ത്രിയായിരുന്ന പീയൂഷ് ഗോയൽ ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റിലുള്ള വലിയ ഒഴിവുകൾ പെട്ടെന്ന് തന്നെ 4 ലക്ഷം ഒഴിവുകൾ 2 വർഷം കൊണ്ട് തന്നെ നികത്തുമെന്ന വാഗ്ദാനം കൊടുത്തിട്ടാണ് കടന്നു വന്നത്. ഏകദേശം ഇതിലേക്ക് ഏകദേശം 2 കോടിയോളം 3 കോടിയോളം വരുന്ന അപേക്ഷകർ അപേക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ പരീക്ഷകൾ നടത്തുവാനോ അതിൻ്റെ ഒഴിവുകൾ നികത്തുവാനോ ആയിട്ട് തയ്യാറായില്ല. ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത, ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റിലേക്ക് പരീക്ഷ കൊടുക്കുമ്പോൾ ഒരു ഫീസ് അവർ മേടിക്കുന്നുണ്ട്. നമ്മൾ കേരള PSCയിലേക്ക് പരീക്ഷ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ UPSC പരീക്ഷകളിലേക്കും റെയിൽവേ പരീക്ഷകളിലേക്കൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ SC/ST വിഭാഗത്തു നിന്ന് 100 രൂപയും മറ്റ് വിഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ SC/STക്ക് സൗജന്യമാണെന്ന് തോന്നുന്നു, മറ്റു വിഭാഗത്തു നിന്ന് ഒരു നിശ്ചിത ഫീസ് മേടിക്കുന്നുണ്ട്. ഈ 2 കോടിയോളം പേര് ഇതിലേക്ക് അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഗവൺമെൻറ്റിന് തന്നെ ഫീസ് ഇനത്തിൽ തന്നെ വലിയൊരു തുകയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് പോലും ആ ഒഴിവുകൾ നികത്താനായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെൻറ് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു വസ്തുത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് 17നും 59നും വയസ്സ് ഇടയിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് രാജ്യത്തെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം ഈ 2018നും 2022നും ഇടയിൽ രാജ്യത്ത് തൊഴിൽ കിട്ടാതെ തൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരുടെ എണ്ണം ഏകദേശം 25,000-ന് മുകളിൽ വരും എന്നുള്ളതാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത്. ഏകദേശം 25,000-ലും മുകളിൽ ചെറുപ്പക്കാർ. കർഷക ആത്മഹത്യകൾ ഒരു വശത്തുകൂടെ നടക്കുന്നുണ്ട്. കർഷക ആത്മഹത്യകൾ രാജ്യത്ത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കർഷക ആത്മഹത്യകൾ നടക്കുന്ന ഘട്ടത്തിലാണ് കാർഷിക ബില്ല് കൊണ്ടുവന്ന് കർഷകരുടെ നടുവൊടിക്കാനായിട്ട് നിന്നത്. ആ ഘട്ടത്തിൽ കർഷകരെ കൃത്യമായി സംഘടിക്കുകയും മാധ്യമങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ അവരെ വീക്ഷിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴും കർഷകർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി ഏകദേശം 600 ദിവസത്തിലകം സമരം ചെയ്ത് അവരാ ബില്ല് പിൻവലിച്ചു. എന്നാൽ രാജ്യത്തിലെ യുവജനങ്ങൾ ഇവിടെ വലിയൊരു പ്രതിസന്ധിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. 2018നും 2022നും ഇടയിൽ 25,000-ലധികം വരുന്ന യുവാക്കൾ തൊഴിലില്ലായ്മ മൂലം ആത്മഹത്യ ചെയ്തു. തൊഴിലില്ലായ്മ ഭാഗമായിട്ട് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. തങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ അവരുടെ പൂർവികരായിട്ട് വന്ന ലോണ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സഹോദരിയുടെ വിവാഹത്തിനായിട്ടുള്ള ലോണുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ വിവിധ വിഷയങ്ങൾ. ആ വിവിധ വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവർക്കൊരു വരുമാനം വേണം. ആ വരുമാനം നൽകുന്നതാണ് തൊഴിൽ. ഈ തൊഴിൽ ലഭ്യമാവാതെ വരുമ്പോൾ ഇവർക്ക് നിവൃത്തിയില്ലാതെ ഈ ഭാരങ്ങളൊക്കെ തന്നെ പേറി അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്.
ഏകദേശം 25,000-ഓളം വരുന്ന യുവാക്കൾ ആത്മഹത്യ ചെയ്തു. നമ്മൾ പോലും ഈ കണക്ക് ഈ അടുത്തായിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കുക. ആ ഒരു പ്രതിസന്ധിയാണ് DYFI പോലുള്ള യുവജന പ്രസ്ഥാനം രാജ്യത്തുടനീളം ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഇന്ത്യ എവിടെ ജോലി എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ചോദിക്കാനുള്ളൊരു കാരണം, ഈ കാലത്ത് ഈ ചോദ്യം ഉന്നയിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഈ ചോദ്യം ആരാണ് ഉന്നയിക്കേണ്ടത്? രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളാണ് ഈ ചോദ്യം ഉന്നയിക്കേണ്ട ഒരാൾ. അവരിപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ MLA-മാരെയും അവരുടെ നേതാക്കന്മാരും ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതിവിശേഷം അനുസരിച്ച് കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ചോദ്യം ചോദിക്കേണ്ട പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണുകളെന്ന്, 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങളാണ്, മീഡിയാസാണ്. അവർ ഈ വിഷയം മുഖ്യധാരയിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വീകരണ മുറികളിലൊന്നും ഈ വിഷയം ചർച്ചയാവുന്നില്ല. നമ്മൾ പോലും അത് ചർച്ചയിലേക്ക് വെക്കുന്നില്ല. ഇത്രയധികം യുവാക്കൾ ഇവിടെ ആത്മഹത്യ ചെയ്തു, ഇത്രയധികം കർഷകർ ആത്മഹത്യ ചെയ്തു. കർഷക സമരം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ ചോദിക്കുന്ന കാര്യം, 2018 മുതൽ 22 വരെ 25,000-ഓളം വരുന്ന യുവജനങ്ങൾ ആത്മഹത്യ ചെയ്തു. നമ്മൾ TV-യിലെ ബിഗ് ബോസിൽ, ഏഷ്യാനെറ്റിൽ കാണുന്ന ബിഗ് ബോസ് പരിപാടിയിൽ ആര് സമ്മാനം നേടുമെന്ന ആകുലതയുടെ 10-1 പോലും നമ്മൾ ഈ യുവാക്കളുടെയോ കർഷകരുടെയോ ആത്മഹത്യയിലേക്ക് എത്തിയിട്ടില്ല. ബിഗ് ബോസ് കാണുമ്പോൾ ആര്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ സമ്മാനം നേടുക എന്നുള്ളതാണ് ഇപ്പോഴും ആകുലതകളായിട്ട് പല കേരളീയ വീടുകളുടെയും അവസ്ഥ. ആ ആശങ്കകളിലേക്ക്, അതിൻ്റെ 10-1 പോലും രാജ്യത്തിനകത്ത് വരുന്ന യുവാക്കളുടെയോ കർഷകരുടെയോ ആശങ്കകളിലേക്ക് നമ്മൾ നീങ്ങുന്നില്ല. നീങ്ങാത്തതിൻ്റെ ഒരു വസ്തുത സമൂഹത്തിൽ ഇത് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ്. ഇത് ചർച്ചയാവണമെങ്കിൽ എന്ത് വേണം? പ്രമുഖ പാർട്ടികൾ ഇത് അഡ്രസ്സ് ചെയ്യണം, മീഡിയ അത് അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നുള്ളൂ. ഇത് ചർച്ചയാവാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? വൈകുന്നേരങ്ങളിൽ ഓരോ കുടുംബങ്ങളും അവരുടെ ഉല്ലാസങ്ങൾ കണ്ടെത്തുന്നു, അവരുടെ വിനോദങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടമായിട്ടുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യാനായിട്ട് മീഡിയാസ് തയ്യാറാവുന്നില്ല. അത് തയ്യാറാവാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവയെല്ലാം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് വിലക്കി വാങ്ങി എന്നുള്ളതാണ്. വലതുപക്ഷവൽക്കരണം അവയിലെല്ലാം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ സമൂഹത്തിലെ ചാരിറ്റി വർക്കുകൾ മാത്രമല്ല, ഈ തരത്തിലുള്ള യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയം വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് യുവജന പ്രസ്ഥാനം നീങ്ങുകയാണ്. അതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ദീർഘമായി എടുത്ത് കണക്കുകൾ അവതരിപ്പിച്ച് ഈ വിഷയം പറയാനുള്ള കാരണം. ഈ ആഗസ്റ്റ് 15 റാലി കൊണ്ട് അവസാനിക്കുന്നില്ല. അത് സെപ്റ്റംബർ മാസത്തിലേക്ക് പാർലമെൻറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒക്ടോബർ 2 നമ്മുടെ ഗാന്ധി ജയന്തി ദിനത്തിൽ നിന്ന് തുടങ്ങി വിവിധ റാലികളോടുകൂടി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനായിട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ വിഷയം നമ്മൾ ഈ നവമാധ്യമ കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത വിഷയം നമ്മളുടെ വീടുകളിലേക്ക് ഈ ചർച്ച എത്തിക്കണം. നമ്മൾ ഇടപെടുന്ന മേഖലകളിലേക്ക്, നമ്മൾ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ കയറുകയോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ 10 ആളുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അവരെ ബോധിപ്പിക്കണം. രാജ്യത്തിനകത്ത് കർഷക ആത്മഹത്യകൾ, രാജ്യത്തിനകത്ത് യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ, ഈ ഒരു ഘട്ടത്തിലാണ് രാജ്യത്തിൻ്റെ തൊഴിൽ കൊടുക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട ഗവൺമെൻറ് അതിന് പകരം എന്ത് ചെയ്യുന്നു? ആ സംവിധാനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയും വിറ്റുതുലയ്ക്കുവാനും വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരികയാണ്. അതിലാണ് കൃത്യമായിട്ട് സായുധ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പരേഡുകൾ എടുത്തു മാറ്റിയിട്ട് അഗ്നിപഥ് പോലുള്ള കരാറടിസ്ഥാനത്തിൽ രാജ്യസുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അഗ്നിപഥ് പോലുള്ള സ്കീമുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തൊഴിലില്ലായ്മ എന്നുള്ളത് മാത്രമല്ല, തൊഴിൽ നൽകേണ്ട തൊഴിൽ ദാതാക്കൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ഈ ആർമി റിക്രൂട്ട്മെൻറ്റ് അഗ്നിപഥിൻ്റെ കാര്യമൊക്കെ ഞാനിവിടെ സൂചിപ്പിച്ചു. ആർമിയിലേക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏകദേശം 2021 കണക്ക് പ്രകാരം 1,04,653 തസ്തികകൾ ഈ ആർമിയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ ഒരു ഒഴിവ് നികത്തുന്നതിന് പകരം പുതിയൊരു സ്കീം അവതരിപ്പിക്കുകയാണ്. ആ ഒരു ഒഴിവ് നികത്തി കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് 1 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക്, യുവാക്കൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു ജോലിയായി. ആ സ്ഥിരമായിട്ടുള്ള ജോലി എന്ന സ്വപ്നം കൊടുക്കാതെ പകരം എന്ത് ചെയ്യുന്നു? സ്ഥിരം ജോലി എന്ന ആശയം പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ അഗ്നിപഥ് പോലുള്ള കരാറടിസ്ഥാനത്തിൽ 4 വർഷത്തേക്കുള്ള കരാറടിസ്ഥാനത്തിലുള്ള ജോലി കൊടുക്കുന്നു. അതിൽ 25% പേരെ മാത്രം 4 വർഷത്തിലേക്ക് കൂടുതൽ തൊഴിലെടുക്കാൻ വേണ്ടി അനുവദിക്കുന്നു. 75% വരുന്ന ചെറുപ്പക്കാരെ ഏകദേശം റിക്രൂട്ട്മെൻറ്റ് ചെയ്തെത്തുക 23-24 വയസ്സ് പ്രായത്തിലൊക്കെ ആയിരിക്കും അവർ എത്തിപ്പെടുക.
ആ പ്രായത്തിൽ അവരെന്ത് ചെയ്യുന്നു, 75% വരുന്ന ചെറുപ്പക്കാരെ പിരിച്ചു വിടുകയാണ്. ഈ അഗ്നിപഥിലൂടെ ആർമിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു യുവാവ് 4 വർഷത്തെ അവൻ്റെ പരിശീലനം കഴിഞ്ഞ് അവൻ ആ 25% വരുന്ന കൂട്ടത്തിൽ പെട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും 4 വർഷത്തെ കരാറ് കഴിഞ്ഞ് അവൻ ജോലിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അവൻ പുറത്ത് പോകുമ്പോൾ അവൻ്റെ പ്രായം ഏകദേശം വരിക 25-26 വയസ്സായിരിക്കും. ഒരു കുടുംബത്തിന് അത്താണിയാവേണ്ട, ഒരു സമൂഹത്തിനും ഒരു കുടുംബത്തിനും അത്താണിയാവേണ്ട കൃത്യമായിട്ടുള്ളൊരു പ്രായത്തിൽ വെച്ച് അവൻ്റെ ഏറ്റവും വലിയ തൊഴിൽ എന്ന സ്വപ്നം നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടം ആ കുടുംബത്തിന് മാത്രമല്ല, അത് ഈ സമൂഹത്തിനും കൂടി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, സൈനിക മേഖലയെ പോലും കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാചകം DYFI പോലുള്ള ഞങ്ങളൊക്കെ പുറത്ത് പൊതുസമൂഹത്തിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ പലരും ചിരിക്കുകയാണ് ചെയ്യുക. പൊതുവെ അവർ പറയുന്നൊരു കാരണം, നമ്മൾ ഏത് വിഷയത്തെയും അത് RSSൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റെയോ നെഞ്ഞത്തോട്ട് പോവുകയാണ്, എന്തുണ്ടായാലും അത് കേന്ദ്ര ഗവൺമെൻറ് കുറ്റമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ നിഷ്പക്ഷർ എന്ന് പറയുന്നൊരു വിഭാഗം നടക്കുന്നുണ്ട്. അതായത് ഒരു പാർട്ടിയുടെ മമതയില്ല, പക്ഷെ കുറ്റം മുഴുവൻ ഇടതുപക്ഷത്തെ ചാർത്തുന്നു. ഇടതുപക്ഷം ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, പക്ഷെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ല, ഞങ്ങൾ ഒരു പാർട്ടിയിലും ചേരുന്നില്ല, പക്ഷെ വിമർശനം എപ്പോഴും ഇടതുപക്ഷത്തേക്കാണെന്ന് മാത്രം. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവർ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണെന്ന് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ ഇത് ചിരിച്ചു തള്ളുകയാണ്. നിങ്ങൾ പറയുന്നത് എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റാക്കിയിട്ടാണെന്ന്. നമ്മുടെ ചരിത്രം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു വാദത്തെ നിഷേധിക്കാനാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ RSSൻ്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ 925 RSS രൂപീകരിച്ചതിന് ശേഷം RSSൻ്റെ ഒന്നാമത്തെ സർസംഘചാലകയായിട്ടുള്ള KB ഹെഡ്ഗേവാർ, കേശവൽറാം ഹെഡ്ഗേവാറിൻ്റെ രാഷ്ട്രീയ ഉപദേശകമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ചരിത്രത്തിൽ വലിയ രീതിയിലൊന്നും അയാളെ പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് BS മൂഞ്ചെ. ആ BS മൂഞ്ചെ ആയിരുന്നു RSSൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ തലയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. ആ BS മൂഞ്ചെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകുന്നുണ്ട്. ആ ഇറ്റലിയിലേക്ക് പോയി മുസോലിനിയുടെ സൈനിക പരേഡുകളും മറ്റും കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മാതൃകയിൽ RSSൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒരു മിലിറ്ററി അക്കാദമി തുടങ്ങണമെന്ന് മുസോളിനിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1940 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഒരു മിലിറ്ററി അക്കാദമി BS മൂഞ്ചയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നുണ്ട്. ആ മിലിറ്ററി അക്കാദമിയുടെ പേരായിരുന്നു ബോൺസാലെ മിലിറ്ററി അക്കാദമി. ഈ ബോൺസാലെ മിലിറ്ററി അക്കാദമിയിൽ പഠിച്ച ആളുകളായിരുന്നു പിന്നീട് മലേഗാവിലും അജ്മീറിലും, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച അജ്മീർ ദർഗയിലെയും മലേഗാവിലെയും തീവണ്ടിയിലും ദർഗയിലും ബോംബ് വെച്ചതിൻ്റെ ഭാഗമായിട്ട് നിരവധിയാർന്ന നിരപരാധികളെ കൊന്നൊടുക്കിയ 2 പ്രതികളുണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു കേണൽ പുരോഹിതും പ്രജ്ഞാ സിംഗ് ഠാക്കൂറും. അതിലൊരാളെ ഈ ഗവൺമെൻറ് മത്സരിപ്പിച്ച് MP ആക്കി മാറ്റി. ആ കേണൽ പുരോഹിതും പ്രജ്ഞാ സിംഗ് ഠാക്കൂറും പഠിച്ചിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ബോൺസാലെ മിലിറ്ററി അക്കാദമിയാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ പ്ലാനിങ് പോകുന്ന വഴി. ഈ ബോൺസാലെ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം കഴിഞ്ഞിറങ്ങിയവർ പിന്നീട് RSSൻ്റെ പിന്നിൽ അണിനിരക്കുന്നു, രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സൈനിക മേഖലയിലെ ഗൂഢാലോചന, ഈ അഗ്നിപഥ് എന്ന വിഷയത്തിലെ ഗൂഢാലോചന മനസ്സിലാക്കണമെന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോൾ അവരിത് കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്തിനും ഏതിനും വിമർശിക്കുക എന്നുള്ള ഒരു പരിഹാസ ചിരിയോടെയാണ് വരവേറ്റത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ BJPയുടെ കേന്ദ്രമന്ത്രി ആഹ്വാനം വന്നു. അദ്ദേഹം പറഞ്ഞു 75% അഗ്നിപഥ് സ്കീമിലൂടെ റിക്രൂട്ട്മെൻറ്റ് നടത്തി പിരിച്ചുവിടുന്ന 75% പേര് ജോലി നഷ്ടപ്പെട്ടു എന്ന ആശങ്ക വേണ്ട, അവരെ എന്ത് ചെയ്യാം, BJPയുടെ തന്നെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയാണ് പറഞ്ഞത്, പേര് ഞാൻ ഓർക്കുന്നില്ല, ഈ പിരിച്ചുവിടുന്ന സൈനികർ പേടിക്കേണ്ട, അവർക്ക് BJPയുടെ ഓഫീസിൽ കാവൽക്കാരനായിട്ട് ജോലി തരാമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഈ മുദ്രാവാക്യത്തിൽ രണ്ടാമത് പറയുന്നത് എവിടെ ജനാധിപത്യം എന്നുള്ളതാണ്. രാജ്യം 47 സ്വാതന്ത്ര്യം ലഭിച്ചു, രാജ്യത്തിനൊരു ഭരണക്രമം വേണം എന്നൊരു ചർച്ച കൊണ്ടെത്തിച്ചത് രാജ്യം ജനാധിപത്യപരമായിരിക്കണമെന്നായിരുന്നു. അന്ന് നെഹ്റുവിൻ്റെ ആ തീരുമാനത്തെ രാജ്യത്തെ വരുന്ന പ്രമുഖരായിട്ടുള്ള പത്രങ്ങൾ, മീഡിയാസ് എതിർക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് ജനാധിപത്യം ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടനും അമേരിക്കയും പോലുള്ള സമ്പന്ന സാക്ഷര രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെ പോലെ 17% മാത്രമായിരുന്നു അന്ന് സാക്ഷരത ഉണ്ടായിരുന്നത്. എഴുത്തും വായനയും ഇന്ത്യയിൽ അറിയാവുന്നത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളിൽ 17% മാത്രമായിരുന്നു. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു.
ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ജനാധിപത്യം പോലുള്ള ഒരു വലിയ പ്രക്രിയ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അന്നത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ കളിയാക്കിയ ആളുകൾ. എന്നാൽ 51-ലും 52-ലും നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യം ജനാധിപത്യത്തെ വരവേറ്റുകൊണ്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ജനാധിപത്യവും ഭരണഘടനയുമാണ്. ആ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വർത്തമാനകാലത്തിലെ കാര്യങ്ങൾ നമ്മൾ പറയും. ഇപ്പോൾ ഭരണഘടനയുടെ തുടക്കം തന്നെ വരുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നു എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത്. ആ ഭരണഘടന മൂല്യങ്ങളെ തകർത്തുകൊണ്ടാണ്, അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് 1992 നടന്നിട്ടുള്ള ബാബറി മസ്ജിദ് പ്രശ്നമൊക്കെ. കോടതിയുടെ പരിഗണനയിലുള്ള കേസ്, തർക്കമന്ദിരത്തിന് ഒന്നും പറ്റരുതെന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞ ഒരു മന്ദിരത്തെ തങ്ങളുടെ കായിക ബലം കൊണ്ട് ഇടിച്ചു തകർക്കുകയാണ് ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രാജ്യം ഭരിക്കുന്നു. ആ രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാർലമെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകളെ നിരോധിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നത്. അപ്പോൾ അഴിമതി എന്ന് പറയുന്നൊരു വാക്ക് രാജ്യത്തെ പാർലമെൻറ്റിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയിലേക്കാണ് രാജ്യത്തെ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ അഴിമതി എന്ന വാക്ക് ഉപയോഗിക്കാതായിരിക്കുമ്പോൾ അഴിമതി എന്ന് പറയുന്ന വാക്ക് ജനങ്ങൾ കേൾക്കാതാവും. അഴിമതി എന്ന് പറയുന്ന വാക്ക് ജനങ്ങൾ കേൾക്കാതാവുമ്പോൾ അഴിമതി നടത്തിയാലും ആ ഒരു അനുഭവം ജനങ്ങൾക്ക് ഇല്ലാതെയാവും. തന്മൂലം പതിയെ പതിയെ അഴിമതി നടത്തിയാലും പ്രതിഷേധിക്കാനുള്ള അവകാശം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പ്രതിഷേധങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇത്തരം വാക്കുകൾ അവർ നിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വാക്ക് നിരോധിക്കുമ്പോൾ ആ വാക്ക് മാത്രമല്ല ഇല്ലാതാവുന്നത്, ആ വാക്ക് പറയുന്നത് ഇല്ലാതാവും, ആ വാക്ക് കേൾക്കുന്നത് ഇല്ലാതാവും, ആ വാക്ക് പിന്നീട് ഓർമ്മയിൽ ഇല്ലാതാവും, ആ വാക്ക് പിന്നീട് അനുഭവത്തിൽ ഇല്ലാതാവും. അപ്പോൾ ആ വാക്ക് അതിൻ്റെ പ്രവൃത്തി നടത്തിയാൽ കൂടി ആ വാക്ക് കേൾക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി നടന്നു എന്നൊരു അനുഭവം പോലും ജനങ്ങൾക്ക് ഇല്ലാതാവും. ആ അനുഭവം ഇല്ലാതായിക്കൊണ്ട് എന്താ പ്രശ്നം? അതിനെതിരായിട്ടുള്ള പ്രതികരണവും ഇല്ലാതാവും. അതാണ് ഈ പ്രധാനപ്പെട്ട വാക്കുകൾ നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ജോർജ് ഓവലിൻ്റെ 1984 എന്ന് പറയുന്നൊരു നോവലുണ്ട്. പ്രധാനപ്പെട്ട ഒരു നോവലാണ്, നമ്മൾ വായിക്കേണ്ട ഒരു നോവലാണ്. ഈ ജോർജ് ഓവലിൻ്റെ 1984 എന്ന് പറയുന്ന നോവലിൽ ഓരോ വർഷവും നിഘണ്ടു പുതുക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ആ ഭരണകൂടം നിഘണ്ടു പുതുക്കിക്കൊണ്ടിരിക്കും. അതായത് ഈ ഒരു വർഷം ആ ഭരണകൂടത്തിനെതിരെ എന്തൊക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട് നോക്കും. ആ സമരങ്ങളിൽ എന്ത് വിഷയങ്ങളിലാണ് സമരം നടന്നത്, അപ്പോൾ ഏത് വാക്കാണ് ആ സമരത്തിൽ കൂടുതൽ ഉപയോഗിച്ചത്, അടുത്ത വർഷം ആ വാക്ക് നിരോധിക്കും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള സമരങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് ജോർജ് ഓവലിലെ 1984 എന്ന് പറയുന്ന ഒരു നോവലിൽ കാണിക്കുന്നത്. അതേ സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ്. അൺപാർലമെൻ്ററി വാക്കുകളായിട്ട് രാജ്യത്ത് ഈ അഴിമതി പോലുള്ള വാക്കുകളെ നിരോധിക്കുന്നു, അൺപാർലമെൻ്ററി വാക്കുകളായിട്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള അശോക സ്തംഭം, അതിൻ്റെ ശിലാസ്ഥാപനം പോലും ഒരു മതത്തിൻ്റെ ആചാരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, രാജ്യത്തിലെ ജനങ്ങൾക്ക് മതവിശ്വാസമാവാം, രാജ്യത്തിലെ ജനങ്ങൾക്ക് ഏത് മതത്തെ വേണമെങ്കിലും വിശ്വസിക്കാം, മതമില്ലാതെ ജീവിക്കാൻ വേണമെങ്കിൽ അതൊക്കെ ഏത് മതത്തിലേക്ക് വേണമെങ്കിലും മാറാം, ഇതൊക്കെ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ രാജ്യത്തിന് മതമില്ല. അത് കൃത്യമായിട്ട് രാജ്യത്തെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലും ഇല്ലാതാക്കിക്കൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം ഒരു സർക്കാർ പരിപാടിയായിട്ട് മാറ്റുക, അശോകസ്തംഭം പോലുള്ള രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ചിഹ്നങ്ങളെ അതിൻ്റെ ശിലാസ്ഥാപനം പോലും മതപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെ നടത്തുക, ഈ തരത്തിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലാവസ്ഥയിലൂടെയാണ്. ശരിക്കും പറയുന്നത് പറഞ്ഞാൽ ഗവൺമെൻറ് പറയാതെ പറയുന്നത് ശബ്ദിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ മിണ്ടരുത്, ഞങ്ങളിവിടെ ചില കാര്യങ്ങൾ തീരുമാനിക്കും, നടപ്പിലാക്കും, നിങ്ങളത് ചോദ്യം ചെയ്യരുത് എന്ന തരത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷമായിട്ട് പോലും ഇതിനെതിരെ പ്രതികരണങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഭരിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. തങ്ങൾ എന്ത് ചെയ്താലും ആരും ഇവിടെ ചോദ്യം ചെയ്യാനില്ല എന്ന തോന്നലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? ഭീകരമായിട്ടുള്ള മർദ്ദന മുറകളിലൂടെയോ അല്ലെങ്കിൽ നിയമവഴി ഉപയോഗിച്ചോ അവരെ
കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പെടുത്താനായിട്ട് ഉദ്ദേശിക്കുക. അതാണ് ഈ അടുത്ത കാലത്ത് നടന്ന മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള അത്തീസ്ത സദൽവാദിൻ്റെയും RB ശ്രീകുമാറിൻ്റെയും ഒക്കെ അറസ്റ്റിലുണ്ടായത്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇവരെയൊക്കെ ഭരണകക്ഷി എന്ത് ചെയ്യുന്നത്, നിരന്തരം നിർബാധം വേട്ടയാടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്ത് MLA-മാരെ വില കൊടുത്ത് വാങ്ങിയാണ് പല സംസ്ഥാനങ്ങളും ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നത്. കർണാടക, മധ്യപ്രദേശ്, ഗോവ, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനം എന്നിവയൊക്കെ ഈ ഭരണ പാർട്ടിക്കാരെ അധികാരത്തിലെത്തിയത് ഇത്തരത്തിലൂടെ ജനാധിപത്യത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. ഒരു സ്ഥലത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ കാശ് കൊടുത്തു വാങ്ങുക. അതിലൂടെ അവർ നിഷ്പ്രഭമാക്കുന്നത് ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള രാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തെയാണ് അവരില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി കൂറുമാറുന്ന MLA-മാരെ, ആ MLA-മാരെ സംരക്ഷിക്കേണ്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ മൗനത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം പതിയെ പതിയെ മൗനം എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൗനം. ഇപ്പോൾ 1992 ബാബറി മസ്ജിദ് പൊളിക്കുന്ന അവസരത്തിലെ അന്നത്തെ പ്രധാനമന്ത്രി മൗനത്തിലായിരുന്നു. ആ മൗനത്തിൽ വലിയൊരു പൊരുൾ തന്നെ പറയാനുണ്ട്. മൗനത്തിന് വലിയൊരു കാര്യം തന്നെ അവതരിപ്പിക്കാനുണ്ട്. മൗനത്തിൽ ശരിക്കും ഒന്നും മിണ്ടുന്നില്ലെങ്കിലും വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. രാജ്യം മൗനത്തിലായി എന്ന് പറഞ്ഞാൽ രാജ്യം ശബ്ദിക്കുന്നില്ല, മിണ്ടുന്നില്ല എന്നർത്ഥത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DYFI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആ തരത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നതിലൂടെ പറയുന്നത്. എൻ്റെ ഇന്ത്യ, എവിടെ ജോലി, എവിടെ ജനാധിപത്യം. ഈ ഒരു മുദ്രാവാക്യം എന്നെ കേട്ടിരിക്കുന്ന ആളുകൾ നിങ്ങളിലേക്ക് ഇത് എത്രത്തോളം എത്തി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ പരിമിതമായിട്ടുള്ള ഈ ഇടയിൽ കോളുകൾ വരുന്നതുകൊണ്ട് ആണ് മെസ്സേജ് 5 മിനിറ്റിൻ്റെ ഓഡിയോ ഒക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കോളുകൾ വരുന്നതുകൊണ്ടാണ് മെസ്സേജ് പലപ്പോഴും കോൾ വന്നാൽ കഴിഞ്ഞാൽ ഈ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൽ തടസ്സം നേരിടുന്നത്. എന്നിരുന്നാലും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദേശം നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യണം. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ രാജ്യത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ജനാധിപത്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് പ്രധാന പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളുമാണ്. ഇവർ രണ്ടു കൂട്ടരും ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ പിന്നെ ചർച്ച ചെയ്യേണ്ടത് ആരാണ്? യുവജന സംഘടനകളും രാജ്യത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്, ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. മാധ്യമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ ഇത് ചർച്ചയാവില്ല. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോകളിലും മറ്റ് വിനോദ കാര്യങ്ങളിലൊക്കെ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതിൽ അഭിരമിക്കുമ്പോൾ ജനങ്ങളിത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇവർ നടത്തുന്ന ഈ ഭീകരപ്രവർത്തനങ്ങൾ നിർബാധം തുടരും. ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മളിത് നിരന്തരമായിട്ട് നമ്മളുടെ വീട്ടുമുറികളിലും സ്വീകരണ മുറികളിലും നമ്മൾ പറയും. സ്വീകരണ മുറികളിലടക്കം, അടുക്കളയിലടക്കം എന്ത് ചെയ്യണം? രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ കൂടിച്ചേർന്നിരിക്കുമ്പോഴും ചായക്കടകളിലിരിക്കുമ്പോഴും പൊതു സദസ്സിൽ നിൽക്കുമ്പോഴും വായനശാലകളിൽ പോകുമ്പോഴും വീടുകളിലും സ്വീകരണ മുറികളിലും ഒക്കെ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് കൊണ്ടുവരണം. ജനങ്ങളിലേക്ക് ഇതിൻ്റെ ശ്രദ്ധ കൊണ്ടുവരണം. ആ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ പ്രവണതകൾക്കും ഈ രീതികൾക്കും മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ചിന്തിക്കണം. നമ്മൾ വീടുകളിൽ സുഖമായിട്ട് ഇരിക്കുമ്പോഴും തെരുവിലെ വലിയ ഡിഗ്രി സെൽഷ്യസ് ചൂടിലും തണുപ്പിലും അതിനൊക്കെ മറികടന്ന് ഭരണകൂടം സൃഷ്ടിച്ച കിടങ്ങുകളെ ചാടിക്കടന്നുകൊണ്ട് 600 ദിവസത്തിൽ 600-ലധികം വരുന്ന മനുഷ്യരെ ജീവൻ കൊടുത്തുകൊണ്ടാണ് കർഷക സമരം രാജ്യത്ത് വിജയിച്ചത്. അത്രയും മഞ്ഞും വെയിലും തണുപ്പും ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് രാജ്യത്തെ ഭരണകൂടത്തെ അവർ വിറപ്പിച്ചത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നിസാരക്കാരല്ല. വലിയ പിൻബലമുണ്ട് അവർക്ക്. രാജ്യസഭയിലും ലോകസഭയിലും വലിയ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള മനുഷ്യ അവകാശ ധ്വംസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരായിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയം, എൻ്റെ ഇന്ത്യ, എവിടെ ജോലി, എവിടെ ജനാധിപത്യം എന്ന വിഷയം എത്ര കണ്ട് നിങ്ങളിലേക്ക് എത്തി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന ബഹുമാനപ്പെട്ട ഈ നവമാധ്യമ കൂട്ടായ്മയിലെ ശ്രോതാക്കൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.